എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ നീളം വരിക. ഇതിൻ്റെ ബോട്ടം വീതി 22 ഇഞ്ചാണ്. അപ്പോൾ അത് കൂടെ ഒരു 3 ഇഞ്ച് കൂട്ടിയിടുക. 25-ൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ നീളത്തിൽ 4 മടക്കി എടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് സ്ട്രെയിറ്റാക്കി വരയ്ക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 37 ഇഞ്ചാണ്. നമുക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് കൊടുക്കാം. ബോട്ടം മടക്കി അടിക്കാൻ 1 ഇഞ്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ 17 ഇഞ്ചാണ്. അളവെല്ലാം ബോഡിയിൽ നിന്ന് എടുത്താണ്. അപ്പോൾ 17-ന് 3 ഇഞ്ച് കുറയ്ക്കുക, 14. അപ്പോൾ അതിൻ്റെ പാതി 7 ഇഞ്ച് ഇങ്ങോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. അതേ 7 ഇഞ്ച് തന്നെ ആം ഹോളും മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ വരയ്ക്കുക. അതുപോലെ ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്യുക. ഇവിടെ ബോഡി ഷേപ്പ് 13.5 ഇഞ്ചിലാണ്. അതുപോലെ സ്ലിറ്റ് 20.5 ഇഞ്ചിൽ കൊടുക്കാം. ഇനി ഇത് സ്ട്രൈറ്റ് ലൈൻ ആക്കാം. ചെസ്റ്റ് 38 ഇഞ്ചാണ്. അപ്പോൾ അത് കൂടെ 4 ഇഞ്ച് പ്ലസ് ചെയ്യണം. അപ്പോൾ 42. 42-ന് 4-1 10.5 ഇഞ്ച് വരും. 1.5 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പോൾ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് 33 ഇഞ്ചാണ്. അത് കൂടെ ഒരു 3 ഇഞ്ച് പ്ലസ് ചെയ്യുക, 36. 36-ൻ്റെ 4-1 9 ഇഞ്ച് വരും. 1.5 ഇഞ്ച് തന്നെ തയ്യത്തുമ്പോൾ കൊടുക്കുക. ഹിപ്പ് വന്നിട്ട് 40 ഇഞ്ചാണ്. അത് കൂടെ 4 ഇഞ്ച് കൂട്ടിയിടുക. അപ്പോൾ 44. 44-ൻ്റെ 4-1 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പോൾ ഇടുക. ഇനി ഇതൊന്ന് വരച്ചെടുക്കാം. ബോട്ടം 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 11, 1 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പ്. ഇനി ഇത് നേരെ താഴേക്ക് വരച്ചെടുക്കാം. ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് കൊടുക്കാം. ഇവിടെ ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആം ഹോൾ വരച്ചെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ തയ്യത്തുമ്പിലേക്ക് ഒരു 1/4 ഇഞ്ച് താഴേക്ക് വരച്ചെടുക്കുക. ഇതിൻ്റെ നെക്ക് വിടുത്ത് 3.5 ഇഞ്ചാണ്. ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ എല്ലാം ഇതേപോലെ ഓരോ അടയാളം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്യാം. അതിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ലെങ്ത്ത് 6.5 ഇഞ്ച് കൊടുക്കാം. വീതി 3.5 ഇഞ്ചാണ്. അതിങ്ങനെ സ്ക്വയറാക്കി എടുക്കാം. എന്നിട്ടിങ്ങനെ നെക്ക് വരയ്ക്കാം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ആം ഹോൾ ഫ്രണ്ട് കുഴിച്ചെടുക്കുക. എന്നിട്ടത് ബാക്ക് ഇങ്ങനെ മാറ്റിയതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇങ്ങനെ 4 ആക്കി മടക്കിയിടുക. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് 12.5 ഇഞ്ചാണ്. അപ്പോൾ അത് കൂടെ 1/2 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 13 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ 1 ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാൻ ഇടുക. സ്ലീവ് കുഴിച്ച് വെട്ടാൻ ഇങ്ങോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആം ഹോൾ 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിൽ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ ആം ഹോൾ 16 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അത് കൂടെ 1 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 17 ഇഞ്ച് വരും. അപ്പോൾ അതിൻ്റെ പാതി 8.5. ആ 8.5 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത്. ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ആം ഹോൾ വരച്ചെടുക്കുക. സ്ലീവ് റൗണ്ട് 11 ഇഞ്ചാണ്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരല്പം ക്രോസ് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ബെൻഡ് സ്കെയിൽ വെച്ചിട്ട് സ്ലീവ് വരച്ചെടുക്കുക. ഇവിടെ തയ്യത്തുമ്പോൾ 1.5 ഇഞ്ച് തന്നെ ഇടാം. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നിവർത്തിയിടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ കുഴിച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ചുരിദാർ കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.